നമസ്തേ, ഞാൻ ഉമേഷ് ഫ്രം റൈറ്റ് ലിവിങ് യോഗ. പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് രണ്ട് തരത്തിലുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത അവസ്ഥ, അതായത് പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. നേരെ മറിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള അളവിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത അവസ്ഥ. ഭൂരിഭാഗം പ്രമേഹ രോഗികളും ടൈപ്പ് 2 ഡയബറ്റീസ് അനുഭവിക്കുന്നവരാണ്. അതായത് ഇൻസുലിൻ ആവശ്യമായ അളവിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരവസ്ഥ അനുഭവിക്കുന്ന ആൾക്കാർ. ഈ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ അവസ്ഥ കൂടുതൽ മോശമാവുമ്പോഴാണ് ടൈപ്പ് 1ലേക്ക് അത് മാറുന്നത്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യോഗ പ്രാക്ടീസസ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള യോഗ പ്രാക്ടീസസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റീസിൽ വെച്ച് തന്നെ നമുക്ക് ഡയബറ്റീസ് നന്നായിട്ട് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ പ്രാക്ടീസസ് ആണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വലിയൊരു ആപത്താണ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഡയബറ്റീസ് ഉള്ള പലരും മെഡിസിൻസൊക്കെ എടുത്ത് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ വീണ്ടും മെഡിക്കേഷൻ്റെ അളവ് കൂട്ടി അത് അവസാനം ടൈപ്പ് 1 ഡയബറ്റീസിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ് ഭൂരിഭാഗം ഈ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസ് മെഡിസിൻസിൻ്റെ ആവശ്യം ഇല്ലാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് നിരന്തരമായിട്ട് ഡെഡിക്കേഷനോട് കൂടെ എക്സസൈസസ് അല്ലെങ്കിൽ ഈ പ്രാക്ടീസസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ ടൈപ്പ് 2 ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാം? ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഇൻസുലിൻ മതിയായ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാത്ത അവസ്ഥ. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസിൽ നിന്നാണ്. പാൻക്രിയാസിന് നമ്മൾ ആവശ്യമായിട്ടുള്ള മസാജ് അല്ലെങ്കിൽ കംപ്രഷൻ കൊടുക്കുമ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഓട്ടോമാറ്റിക്കലി കൂടും. അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നേരെ മറിച്ച് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് അവസ്ഥയിൽ തന്നെ മെഡിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ പലരും ഈ ഒരു അവസ്ഥയിൽ എടുക്കുന്ന മരുന്നുകളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഇൻസുലിൻ പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്ത് ഈ മരുന്നുകളൊക്കെ ആക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ മരുന്നുകൾ കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വീണ്ടും കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് നാച്ചുറൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഒരിക്കലും ഇല്ലാത്ത കാരണം മെഡിസിൻ്റെ അളവ് കൂട്ടേണ്ടി വരികയും ഇൻ കേസ് ഈ മരുന്നുകളുടെ അളവ് കുറച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടിയും വരുന്നു. അപ്പോൾ നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത് ടൈപ്പ് 2 ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന യോഗ പ്രാക്ടീസസ് ആണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാക്ടീസസ് എല്ലാം ഫോളോ ചെയ്യുക. ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റീസിലേക്ക് കടക്കാതിരിക്കാൻ ഇതെല്ലാം സഹായകമായിരിക്കും. അതല്ല, ഡയബറ്റീസ് ഇല്ലാത്തവർക്ക് ഭാവിയിൽ ഡയബറ്റീസ് വരാതിരിക്കാനും സഹായകമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സ് സർക്കിളിലോ ആർക്കെങ്കിലും ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഡയബറ്റീസ് കാണുവാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വജ്രാസനം. ഇരു കാലുകളും മടക്കി കാലിൻ്റെ കുതിയിൽ ഇരിക്കുന്നതാണ് വജ്രാസനം. വജ്രാസനത്തിലിരിക്കുമ്പോൾ അബ്ഡമൻ ഏരിയയിൽ വലിയൊരു ഹീറ്റ് ജനറേറ്റ് ആവും. ഡൈജഷനും മറ്റും ഇത് നന്നായി സഹായിക്കുന്ന ഒരു യോഗാസനമാണ് വജ്രാസനം. ഇത് തന്നെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും സഹായിക്കും. മണ്ടൂകാസനം അല്ലെങ്കിൽ ഫ്രോഗ് പോസ്. കൈകൾ രണ്ടും മടക്കി ഫിംഗേഴ്സ് എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് നെറ്റി നിലത്ത് ടച്ച് ചെയ്യുമ്പോൾ ശശാങ്കാസനത്തിൻ്റെയോ അല്ലെങ്കിൽ ചൈൽഡ് പോസിൻ്റെയോ സമാനമായ രൂപത്തിലേക്ക് നമ്മൾ വരും. ഈ ഒരു സമയം ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ പാൻക്രിയാസിന് ഒരു ചെറിയ മസാജ് ഫീൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം സാവധാനം ഇൻഹേൽ ചെയ്ത് ഇൻ്റർലോക്ക് റിമൂവ് ചെയ്യാം. അടുത്തതായി സുപ്ത വജ്രാസനം. ആദ്യം വജ്രാസനത്തിലിരുന്നു കൊണ്ട് ഇരു കാൽപാദങ്ങളും അകത്തി വയ്ക്കുക. അതിനുശേഷം സാവധാനം കൈമുട്ടിൻ്റെ സഹായത്തോടെ മുഴുവനായും മലന്ന് കിടക്കാൻ ശ്രമിക്കും. പറ്റുന്നത്ര ദീർഘശ്വാസം ഈ ഒരു പോസ്ചറിൽ ചെയ്തുകൊണ്ട് സാവധാനം ഇരു കൈകളുടെയും സഹായത്തോടെ വീണ്ടും പതുക്കെ നൂരാവുന്നതാണ്. വിപരീതകരണി, സർവാംഗാസനം, ഹലാസനം. ഇത് മൂന്നും സീക്വൻഷ്യലായിട്ട് ചെയ്യാവുന്ന യോഗാസനങ്ങളാണ്. ഈ കാണുന്നതാണ് വിപരീതകരണി. അതിനുശേഷം സർവാംഗാസനം. സർവാംഗാസനത്തിൽ ശരീരം മുഴുവൻ വെർട്ടിക്കലായിട്ട് നിൽക്കും. കഴുത്തിലെ ബെൻഡ് മാത്രമേ ആകെയുള്ള ബെൻഡ് ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം സാവധാനം രണ്ട് കാൽപാദത്തിലെ വിരലുകളും
നിലത്ത് തൊടാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വയറിലും അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്തും നല്ല മസാജിങ് ഫീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കംപ്രഷൻ ഫീൽ ചെയ്യാൻ പറ്റും. അത് ഡയബറ്റീസിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സഹായകമാണ്. അതിനുശേഷം വീണ്ടും സർവാംഗാസനത്തിൽ വരിക. അതിനുശേഷം വീണ്ടും വിപരീത കരണിയിൽ വന്നതിന് ശേഷം മാത്രം സാവധാനം മലന്ന് കിടക്കാവുന്നതാണ്, വിശ്രമിക്കാവുന്നതാണ്. ചക്രാസനം അല്ലെങ്കിൽ വീൽ പോസ്ചർ. പതുക്കെ കാൽപാദങ്ങൾ ഇടുപ്പിനോട് ചേർന്ന് കൊണ്ടുവരിക. ഇരു കൈകളും ചെവിയുടെ ഇരുഭാഗത്തും വെച്ചതിന് ശേഷം നല്ല ശക്തിയായി ബലം ഉപയോഗിച്ച് ഉയരാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ശരീരം ഒരു അർദ്ധചക്രത്തിൻ്റെ ആകൃതിയിലേക്ക് വരും. അതിനുശേഷം സാവധാനം പതുക്കെ ശരീരം വേദനിക്കാതെ നിലത്തിലേക്ക് വരാം. ത്രയക് ഭുജംഗാസനം അല്ലെങ്കിൽ ട്വിസ്റ്റഡ് കോബ്ര പോസ്ചർ. ഇരു കൈകളും ഷോൾഡർ ബ്ലേഡ്സിന് താഴെ വയ്ക്കുക. അതിനുശേഷം ഇൻഹേൽ ചെയ്തുകൊണ്ട് ഉയരുക. അതിനുശേഷം എക്സേൽ ചെയ്തുകൊണ്ട് വലത് സൈഡിലൂടെ കാലിൻ്റെ ഹീലിലേക്ക് നോക്കുക. ഇതേ കാര്യം ഇടത് സൈഡിലൂടെയും ചെയ്യുമ്പോൾ ത്രയക് ഭുജംഗാസനം പൂർണ്ണമായി. കഴിഞ്ഞതിന് ശേഷം സാധാരണ എക്സേൽ ചെയ്ത് താഴെ വിശ്രമിക്കാം. ധനുരാസനം അല്ലെങ്കിൽ ബോ പോസ്ചർ. കമിഴ്ന്ന് കിടന്നതിന് ശേഷം ഇരു കാൽമുട്ടുകളും ബെൻഡ് ചെയ്ത് ഇരു കൈകൾ കൊണ്ടും കാൽപാദം പിടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഇൻഹേൽ ചെയ്തുകൊണ്ട് പതുക്കെ മുഖം മുകളിലേക്ക് ഫേസ് ചെയ്ത് മാക്സിമം ഉയരത്തിൽ നോക്കാൻ ശ്രമിക്കുക. കാല് നല്ല ശക്തിയായി പുറകോട്ട് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വില്ലിൻ്റെ ആകൃതിയിലേക്ക് മാറുന്നു. അതുകാരണമാണ് ഇതിനെ ധനുരാസനം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അബ്ഡോമിനൽ മസാജ് കിട്ടും, അതേപോലെ പാൻക്രിയാസിനും നല്ല മസാജ് കിട്ടും. അതുകൊണ്ട് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ സഹായകമാണ്. ബാലാസനം അല്ലെങ്കിൽ ചൈൽഡ് പോസ്. വജ്രാസനത്തിലിരുന്നു കൊണ്ട് പതുക്കെ നെറ്റി എക്സേൽ ചെയ്തുകൊണ്ട് താഴത്തേക്ക് വയ്ക്കുക. അതിനുശേഷം ഇൻഹേൽ ചെയ്തുകൊണ്ട് നിവർന്നിരിക്കാം. ശലഭാസനം അല്ലെങ്കിൽ ലോക്കസ് പോസ്ചർ. രണ്ട് കൈകളും ആദ്യം വോളിബോൾ കളിക്കുന്ന മാതൃകയിൽ ഇൻ്റർലോക്ക് ചെയ്യുക. അതിനുശേഷം കമിഴ്ന്ന് കടന്ന് ഈ ഇൻ്റർലോക്ക് ചെയ്ത കൈയ്യ് അടിവയറ്റിന് താഴെ വയ്ക്കുക. അതിനുശേഷം ശക്തിയായി ഇരു കാലുകളും മുകളിലേക്ക് പോകാവുന്നതാണ്. ഈ ഒരു യോഗാസനയിൽ മാക്സിമം കണ്ടിന്യൂ ചെയ്തതിന് ശേഷം സാവധാനം താഴോട്ട് വരാം. അധോമുഖ ശ്വാനാസനം അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ബി പോസ്ചർ. ഇംഗ്ലീഷിലെ വി ലെറ്റർ തിരിച്ചെഴുതിയ പോലെ ഇരു പാദങ്ങളും മാറ്റിൽ ടച്ച് ചെയ്ത് ഇരു കൈകളും മാറ്റിൽ ടച്ച് ചെയ്ത് നിൽക്കാവുന്നതാണ്. ഊർധ്വമുഖ ശ്വാനാസന അല്ലെങ്കിൽ അപ്വേർഡ് ഫേസിംഗ് പശ്ചിമോത്ഥാനാസന. പശ്ചിമോത്ഥാനാസന കുറേ ബെനിഫിറ്റ്സ് ഉള്ള ഒരു യോഗാസനമാണ്. കാലുകൾ സ്ട്രെച്ച് ചെയ്തിരുന്നതിന് ശേഷം ഇൻഹലേഷനിൽ കൂടെ കൈകൾ പൊക്കുക. അതിനുശേഷം എക്സേൽ ചെയ്തുകൊണ്ട് കാൽപാദത്തിൽ സ്പർശിക്കുക. 15 ദീർഘശ്വാസം കഴിയുമ്പോൾ വീണ്ടും ഇൻഹലേഷൻ ചെയ്തുകൊണ്ട് കൈകൾ ഉയർത്തി ഇടുപ്പിനും സൈഡിലേക്ക് വയ്ക്കുക. പൂർവ്വോത്ഥാനാസനം പശ്ചിമോത്ഥാനാസനം കഴിഞ്ഞ് നിർബന്ധമായും ചെയ്യേണ്ട യോഗാസനമാണ് പൂർവ്വോത്ഥാനാസനം. അർദ്ധമത്സ്യേന്ദ്രിയാസനം അല്ലെങ്കിൽ ഹാഫ് സ്പൈനൽ ട്വിസ്റ്റ്. ആദ്യം വജ്രാസനത്തിലിരുന്നു കൊണ്ട് വലത്തെ കാൽപാദം ഇടത്തെ കാൽമുട്ടിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് ഒരു ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ചെയ്തുകൊണ്ട് വലത്തെ കൈ നട്ടെല്ലിന് പിന്നിലേക്ക് വെച്ച് വലത്തെ ഷോൾഡറിലേക്ക് നോക്കുക. ഓരോ എക്സലേഷനിലും അബ്ഡോമൻ നന്നായിട്ട് കംപ്രസ് ചെയ്ത് പിന്നിലേക്ക് കുറച്ചുകൂടെ ശക്തിയായി ബെൻഡ് ചെയ്യുക. ഇങ്ങനെയുണ്ടാവുന്ന ട്വിസ്റ്റ് പാൻക്രിയാസിന് ചെറിയൊരു മസാജ് കിട്ടും. അത് കാരണം ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ സഹായകമാണ്. ഇതേ കാര്യം ഇടത്തെ സൈഡിലും ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ദീർഘശ്വാസം എടുക്കുമ്പോഴും അബ്ഡോമിനിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഭസ്ത്രിക പ്രാണായാമം. സുഖാസനത്തിലിരുന്നു കൊണ്ട് ആദ്യം ഒരു ദീർഘശ്വാസോച്ഛ്വാസം ചെയ്ത്
പിന്നെ ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശക്തിയായി ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അബ്ഡോമിനിൽ നല്ല ഹീറ്റ് ഫീൽ ചെയ്യാൻ പറ്റും. അതേപോലെ പാൻക്രിയാസിന് നല്ല മസാജും ഫീൽ ചെയ്യാൻ പറ്റും. ഭസ്ത്രിക പ്രാണായാമയിൽ ശ്വാസോച്ഛ്വാസം ഈ മാതൃകയിലായിരിക്കും. ശക്തിയായി ശ്വാസം പുറന്തള്ളുമ്പോൾ നോർമൽ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മാത്രം ശബ്ദമുണ്ടാകും. അടുത്തതായി ചക്കി ചലനാസനം. വടക്കിന്ത്യയിൽ ആട്ടുകല്ലിന് സമാനമായിട്ടുള്ള ഒരു ഉപകരണമാണ് ചക്കി. ആട്ടുകല്ല് അരയ്ക്കുമ്പോൾ ശരീരം ഏത് രൂപേണയാണ് ചലിക്കുന്നത് അതേ മാതൃകയിൽ വേണം ചക്കി ചലനാസനം ചെയ്യാൻ. ശ്വാസം പുറത്തോട്ട് വിട്ട് ശരീരം മുന്നോട്ട് ചലിപ്പിക്കുക. അതേപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശരീരം പുറകോട്ട് വലിക്കുക. കഴിയുന്നത്ര തവണ ഇത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ചക്കി ചലനാസനം ചെയ്യുമ്പോൾ പാൻക്രിയാസിൽ നല്ലൊരു മസാജ് ഫീൽ ചെയ്യാവുന്നതാണ്. ചക്കി ചലനാസനം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരിക്കൽ കൂടി ശ്വാസം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള രീതി പറയാം. ശരീരം മുന്നോട്ട് ചലിക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടാം. ശരീരം പിന്നോട്ട് ചലിക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസാണ് ചക്കി ചലനാസനം. ചക്കി ചലനാസനം എന്തായാലും മുടങ്ങാതെ ചെയ്യുമ്പോൾ ഷുഗർ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് ഏത് യോഗാസനമോ അല്ലെങ്കിൽ യോഗ പ്രാക്ടീസോ ചെയ്യുന്നതിലും ഉപരി ചക്കി ചലനാസനം എന്തായാലും മുടങ്ങാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇരു കാലുകളും ഒരു 1 ഫീറ്റ് ഡിസ്റ്റൻസിൽ വയ്ക്കുക. അതിനുശേഷം ഇൻഹേൽ ചെയ്തുകൊണ്ട് ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തുക. അതിനുശേഷം ഇടുപ്പിനിൽ നിന്നും മുകൾ ഭാഗം മുഴുവൻ എക്സ്ട്രീം പൊസിഷനിൽ കറങ്ങാവുന്നതാണ്. ശരീരം പിന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇൻഹേൽ ചെയ്യുക. ശരീരം മുന്നിലേക്ക് വരുമ്പോൾ എക്സേൽ ചെയ്യുക. ഇത് ഒരു റൗണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്തു കഴിയുമ്പോൾ അടുത്ത റൗണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആദ്യം ഈ പ്രാക്ടീസുകളെല്ലാം സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ നൗലി ക്രിയയും കൂടി പരിചയപ്പെടുത്താം. നൗലി ക്രിയ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഈ പ്രാക്ടീസുകളെല്ലാം ആദ്യം ഫോളോ ചെയ്ത് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് നൗലി ക്രിയ പരിചയപ്പെടാം. താങ്ക് യു.